ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ചക്കുണ്ടയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്മാമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അമ്മാമ്മയുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചക്ക ലഭിക്കുന്ന സീസണാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ചക്ക ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല പഴുത്ത ചക്ക ചുള പറിച്ച് കുരു കളഞ്ഞ ശേഷം അതരിഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്കയുടെ ഈ പൾപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ട ശേഷം അത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുറി നാളികേരം ചിരവേത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് യോജിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളുടെ ആ ഒരു നാളികേരവും അതുപോലെ തന്നെ ആ ചക്കയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പുട്ടിന് ഉപയോഗിക്കുന്ന തരിയുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കയ്യെ ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞങ്ങളിവിടെ ഈ പലഹാരം 2 ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് തോന്നുന്നത് അതിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇതേപോലത്തെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ആ മാവ് അതിൽ വെച്ച് കൊടുത്ത് അത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും വലിപ്പം മതി കേട്ടോ. അധികം വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ പലഹാരത്തിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു പ്ലേറ്റിലേക്ക് തികയുന്ന അത്ര ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 14 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടയുടെ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് മാവ് എടുക്കുക, നമ്മുടെ കയ്യിൽ ഉരുട്ടിയ ശേഷം ഇതേപോലെ ഒരു ഷേപ്പാക്കി എടുക്കാം. ഇത് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കൈ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിൽ ഇതേപോലെ എല്ലാതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഷേപ്പിലുള്ളതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചക്കയുടെ ഉണ്ടയുടെ ഇത് വെച്ച് കൊടുത്ത് 13 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമ്മമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചക്കുണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും ഇത് ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.